ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സസ്പെൻസ് ഒന്നും ഊഹിച്ചു പോലും നോക്കാൻ കഴിയാത്തത്ര ത്രില്ലിംഗ് ആയിട്ടുള്ള 2017 പുറത്തിറങ്ങിയ ഫോർഗോട്ടൺ എന്ന കൊറിയൻ ത്രില്ലർ മൂവിയാണ്. ഒരു സ്ഥലത്ത് നടക്കുന്ന കൊലപാതകവും അതിന്റെ പിന്നിലെ മോട്ടീവും കൊല ചെയ്തത് ആരാണെന്നും കണ്ടെത്താൻ കുറച്ച് ആൾക്കാർ ശ്രമിക്കുന്നു. ഫോർഗോട്ടൺ എന്ന പേര് പോലെ തന്നെ മറവിയുമായിട്ട് ഈ മൂവിക്ക് വലിയൊരു ബന്ധം തന്നെയുണ്ട്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ നമ്മളെ കാണിക്കുന്നത് ഹീറോ അടങ്ങുന്ന കുടുംബം വീട് ഷിഫ്റ്റ് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അവന്റെ അച്ഛൻ, അമ്മ, മൂത്ത സഹോദരൻ എന്നിവരായിരുന്നു കാറിലുണ്ടായിരുന്നത്. അവൻ കാറിലിരുന്ന് നല്ലൊരു ഉറക്കം ഉണർന്ന ശേഷമാണ് അവരോട് സംസാരിക്കുന്നത്. അവർ പുതിയ വീടിന്റെ മുൻപിലെത്തിയപ്പോൾ തന്നെ അവൻ ഈ വീട് നേരത്തെ കണ്ട് പരിചയമുള്ളതായി തോന്നുന്നു. അതവൻ ചേട്ടനോട് പറയുകയും ചെയ്യുന്നു. എന്നാൽ അതിനൊട്ടും സാധ്യതയില്ല എന്ന് തന്നെ ചേട്ടൻ പറയുന്നു. അവന്റെ ചേട്ടന് ഇടത്തെ കാലിലും മുടന്തുണ്ടായിരുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ് അവർക്കുണ്ടായ ഒരു ആക്സിഡന്റിന്റെ ഫലമായിട്ടാണ് ആ ഒരു പ്രശ്നം അവന് വന്നത്. ഷിഫ്റ്റിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന ആൾക്കാരായിരുന്നു അതിനെല്ലാവരെയും ഹെൽപ്പ് ചെയ്തിരുന്നത്. അതിനിടയിൽ ഒരാൾ വന്ന് നമ്മുടെ ഹീറോയോട് ചോദിക്കുന്നുണ്ട്, ആ നിൽക്കുന്ന ആള് ശരിക്കും നിന്റെ ചേട്ടൻ തന്നെയാണോ എന്ന്, നിന്റെ മൂത്ത ചേട്ടൻ തന്നെയാണോ എന്ന്. അവൻ എത്ര വയസ്സുണ്ട് എന്ന് അയാൾ ചോദിക്കുന്നുണ്ട്. അതെന്റെ ചേട്ടൻ തന്നെയാണ്, എന്താ നിങ്ങൾ അങ്ങനെ ചോദിച്ചതെന്ന് അവൻ ചോദിക്കുമ്പോഴേക്കും ഹീറോയുടെ സഹോദരൻ വന്നിട്ട് അയാളെ താഴേക്ക് വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുന്നുണ്ട്. ഈ ഒരു സീൻ നിങ്ങൾ ഓർത്തു വെച്ചോ, ഇതിന് പിന്നീട് ഒരു വലിയ പ്രാധാന്യമുണ്ട്. അന്ന് രാത്രി അവർ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുകളിലത്തെ റൂമിൽ നിന്ന് ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ഹീറോ പറയുന്നുണ്ട് ആ റൂമിൽ നിന്ന് എന്തോ സൗണ്ട് കേൾക്കുന്നു. എന്നാൽ മറ്റാരും തന്നെ അത് കേൾക്കുന്നില്ല എന്ന് പറയുന്നു. മാത്രമല്ല ആ റൂം ഇതിനു മുമ്പ് താമസിച്ചിരുന്ന ആൾക്കാരുടെയാണ്. അതിലെന്തൊക്കെ സാധനങ്ങൾ വെച്ച് പൂട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ആ റൂം തുറക്കാൻ പാടില്ല എന്ന് ഹീറോയുടെ അച്ഛൻ പറയുന്നു. അന്ന് രാത്രി ഹീറോയും സഹോദരനും ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ആ റൂമിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട്. അവൻ പതിയെ പോയി ആ റൂം തുറക്കാൻ നേരത്തേക്ക് അവന്റെ ചേട്ടൻ വന്നിട്ട് അവനെ തടയുന്നുണ്ട്. ഈ റൂം തുറക്കാൻ പാടില്ല എന്നല്ലേ അച്ഛൻ പറഞ്ഞത്, അതുകൊണ്ട് നീ വന്ന് കിടക്കാൻ അവനോട് പറയുന്നു. ഒരു കാര്യം ചെയ്യും, നമുക്ക് കുറച്ചു നേരം പുറത്തുനിന്ന് നടന്നിട്ട് വരാന്ന് പറഞ്ഞിട്ട് അവന്റെ ചേട്ടൻ അവനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ആ സമയത്താകട്ടെ ആ റൂമിനുള്ളിൽ ഒരാളുടെ നിഴൽ നമ്മളെ കാണിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും പുറത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയുടെ സഹോദരനെ അവരുടെ അച്ഛൻ വിളിക്കുന്നുണ്ട്. ഞാൻ പോയി എന്താണെന്ന് നോക്കിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് അവൻ താഴേക്ക് ഇറങ്ങി പോകുമ്പോഴാകട്ടെ അവനെ കുറച്ച് ആൾക്കാർ വന്ന് ആക്രമിക്കുന്നു. ഇത് കണ്ടിട്ട് ഹീറോ അവനെ രക്ഷിക്കാൻ പോകുന്നുണ്ടെങ്കിലും അവൻ ചെല്ലുന്നതിന് മുമ്പ് തന്നെ അവർ അവനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോവുകയാണ്. പക്ഷെ അവൻ ആ വണ്ടി നമ്പർ ഓർത്തു വെക്കുന്നുണ്ട്. അവൻ നേരെ വീട്ടിൽ പോയി അച്ഛനോടും അമ്മയോടും കാര്യം പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേന്ന് പോലീസൊക്കെ വന്ന് ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ ഇവൻ ആ വണ്ടി നമ്പർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ അത് ഫേക്ക് ആണെന്നും അങ്ങനെ ഒരു നമ്പരേ ഇല്ല എന്നുമാണ് അവർ പറയുന്നത്. കിഡ്നാപ്പേഴ്സ് എന്തായാലും വിളിക്കുമെന്ന് കരുതിയിട്ട് അവർ ആ ഫോണെല്ലാം ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ദിവസങ്ങളോളം ഇരുന്നു. എന്നാൽ ആരും തന്നെ വിളിച്ചില്ല. അങ്ങനെ 19 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം രാവിലെ ഹീറോയുടെ മുമ്പിലേക്ക് അവന്റെ സഹോദരൻ വരുന്നു. പക്ഷെ നമ്മുടെ ഹീറോയുടെ സഹോദരൻ എല്ലാം തന്നെ മറന്നുപോയിരുന്നു. കിഡ്നാപ്പ് ചെയ്തതിന് ശേഷമുള്ള 19 ദിവസത്തെ ഒരു കാര്യവും അവൻ ഓർമ്മയില്ലായിരുന്നു. അന്ന് രാത്രി അവർ ഉറങ്ങാൻ കിടന്നു കഴിയുമ്പോൾ കുറച്ചു കഴിഞ്ഞ് അവന്റെ ചേട്ടൻ പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവന്റെ ചേട്ടൻ ബെഡിൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ ഹീറോ ആകട്ടെ ആൻസൈറ്റി ഡിസോർഡേഴ്സിനുള്ള മെഡിസിൻ കഴിക്കുന്നുണ്ടായിരുന്നു. അന്ന് രാവിലെ അവൻ മെഡിസിൻ കഴിക്കാൻ എടുക്കുമ്പോഴത്തേക്ക് അത് കയ്യിൽ നിന്നും താഴെ പോകുന്നു. അത് കാരണം അവ അത് പിന്നെ കഴിക്കാൻ നിൽക്കുന്നില്ല. ഫുഡ് കഴിക്കാൻ വരുമ്പോൾ ഹീറോ അവന്റെ ചേട്ടനോട് ചോദിക്കുന്നുണ്ട്, നീ ഇന്നലെ രാത്രി എവിടെയാ പോയതെന്ന്. ഞാനെങ്ങും പോയില്ല എന്ന് അവൻ പറയുന്നു. എന്നാൽ നീ പുറത്തു പോകുന്ന സൗണ്ട് ഞാൻ കേട്ടതാണെന്ന് അവൻ പറയുന്നുണ്ട്. ഞാനെങ്ങും പോയില്ല, നിനക്ക് തോന്നിയതാകാമെന്ന് തന്നെ അവന്റെ ചേട്ടൻ പറയുന്നു. അവന്റെ ചേട്ടൻ പുറത്തേക്ക് ഇറങ്ങി പോകാൻ നേരത്ത് അവൻ ചോദിക്കുന്നുണ്ട്, നിന്റെ വലത്തെ കാലിന് എന്തു പറ്റി, എന്താ ഇങ്ങനെ മുടന്തെന്ന്. അവന്റെ ചേട്ടൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ എന്നെ കളിയാക്കുകയാണോ? ആക്സിഡന്റിന് ശേഷം എന്റെ കാലിന് മുടന്തുള്ള കാര്യം നീ മറന്നുപോയോ? ഹീറോ ഒന്നും തന്നെ മിണ്ടുന്നില്ല. അപ്പോഴേക്കും അവന്റെ ചേട്ടൻ പുറത്തേക്ക് പോയിരുന്നു. അന്ന് രാത്രി നമ്മുടെ ഹീറോ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവന്റെ ചേട്ടൻ ബെഡിൽ ഉറങ്ങാൻ കിടക്കുകയായിരുന്നു. അവൻ പഠിച്ച് അതേ ടേബിളിൽ തന്നെ കിടന്ന് ഉറങ്ങിപ്പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഇവന്റെ ചേട്ടൻ എഴുന്നേറ്റ് വന്നിട്ട് അവിടെ ഇരുന്നൊരു പെൻസിൽ എടുത്തിട്ട് ഞെക്കി അതിന്റെ മോന അവന്റെ കണ്ണിലേക്ക് കൊള്ളുന്നവരെ എത്തിച്ചിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ മോനെ ഒടിഞ്ഞ് താഴെ വീഴുന്നു. ഹീറോ നല്ല ഉറക്കമാണെന്ന് മനസ്സിലാക്കി അവന്റെ ചേട്ടൻ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. എന്നാൽ ഹീറോ പെട്ടെന്ന് ഉണരുന്നു. അവൻ പതിയെ ഇവനെ ഫോളോ ചെയ്ത് പുറത്തേക്ക് പോകുന്നു. പുറത്തേക്ക് ഇറങ്ങി നോക്കി അവൻ ഞെട്ടിപ്പോകുന്നു. കാരണം അവന്റെ ചേട്ടന് ഒരു മുടന്തുമില്ല. അവൻ കൂളായിട്ട് നന്നായിട്ട് തന്നെ നടന്നു പോകുന്നുണ്ട്. അവന് ശരിക്കും ഡൗട്ട് തോന്നി. അവൻ അവന്റെ ചേട്ടനെ ഫോളോ ചെയ്യാൻ തീരുമാനിക്കുന്നു. അവന്റെ ചേട്ടൻ ഒരു ടാക്സിയിൽ കയറിപ്പോയി. ഹീറോയും പുറകെ ടാക്സി വിളിച്ച് തന്നെ പോകുന്നു. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ അവന്റെ ചേട്ടൻ ഇറങ്ങി നടക്കാൻ തുടങ്ങി. ഇവനും പുറകെ നടന്നു. ഇവന്റെ ചേട്ടനാകട്ടെ നേരെ പോയി സംസാരിക്കുന്നത് വീട്ടിൽ അവന്റെ ഇൻവെസ്റ്റിഗേഷന് വന്ന ആ പോലീസുകാരോടായിരുന്നു. അവരുമായിട്ട് എന്തോ രഹസ്യമായിട്ട് സംസാരിക്കുന്ന കണ്ടപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ഡൗട്ട് തോന്നി. കുറച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ ചേട്ടൻ എങ്ങോട്ടോ പോയി. ഈ രണ്ട് പോലീസുകാരാകട്ടെ ഇവനെ കാണുന്നുണ്ട്. അവരിവനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവൻ അവിടുന്ന് ഓടുന്നു. ഒരു സ്ഥലത്തെത്തുമ്പോൾ അവനെ ബാക്കിൽ നിന്ന് ആരോ ആക്രമിക്കുന്നുണ്ട്. അത് അവന്റെ ചേട്ടൻ തന്നെയാണെന്ന് നമുക്ക് ഊഹിക്കാം. പിന്നീട് കണ്ണു തുറന്നു നോക്കുമ്പോൾ അവൻ ശരിക്കും ഞെട്ടിപ്പോകുന്നു. കാരണം തലേന്ന് രാത്രി ഉറങ്ങാൻ കിടന്ന അതേ സ്റ്റഡി ടേബിൾ തന്നെയായിരുന്നു അവൻ കിടന്നിരുന്നത്. അവന്റെ ചേട്ടനാകട്ടെ തലേന്ന് കിടന്ന പോലെ തന്നെ ബെഡിൽ നിന്നും ഉറക്കമുണർന്ന് അവനോട് സംസാരിക്കുന്നു. പേടിച്ചു പോയി അവനാകട്ടെ പെട്ടെന്ന് ഓടിപ്പോയി ബാത്റൂമിൽ കയറിക്കാതെ കിടക്കുന്നു. അവന്റെ ചേട്ടൻ വന്നിട്ട് എന്താ കാര്യമെന്ന് ചോദിക്കുന്നു. നീ ഇന്നലെ രാത്രി പുറത്തു പോയിരുന്നു, രണ്ടുപേരുമായിട്ട് സംസാരിക്കുന്ന എല്ലാം തന്നെ ഞാൻ കണ്ടു, എന്നെ ആരോ ആക്രമിച്ചു, ഇതൊക്കെയാണ് ഇന്നലെ സംഭവിച്ചതെന്ന് അവൻ പറയുന്നു. എന്നാൽ നീ എന്തൊക്കെയാണ് പറയുന്നത്, ഇന്നലെ രാത്രി നമ്മൾ ഇവിടെ കിടന്ന് ഉറങ്ങുകയായിരുന്നില്ലേ എന്ന് അവന്റെ ചേട്ടൻ പറയുന്നു. എന്നാൽ അവൻ ബഹളം വെച്ചുകൊണ്ടേയിരിക്കുന്നു. അവസാനം അവന്റെ ചേട്ടൻ അവനെ കീഴ്പ്പെടുത്തിയിട്ട് പറയുന്നുണ്ട്, നിന്റെ തോന്നലുകളാണ് ഇതൊക്കെ, ഞാൻ ഇന്നലെ രാത്രി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ഞാൻ എങ്ങും പോയിട്ടില്ലായിരുന്നു. ഇന്നലെ നടന്ന പെൻസിൽ മുതൽ ടാക്സി നീ വിളിച്ച സംഭവം വരെ എല്ലാം തന്നെ നിന്റെ തോന്നലുകളാണെന്ന് അവൻ ഇങ്ങോട്ട് പറയുന്നു. പക്ഷേ ഇന്നലെ രാത്രി നടന്ന എല്ലാ സംഭവങ്ങളും എനിക്ക് ക്ലിയർ ആയിട്ട് ഓർമ്മയുണ്ട്. എങ്ങനെയാണ് ഇതൊക്കെ എനിക്ക് ഇത്ര
ഓർത്തിരിക്കാൻ കഴിയുന്നതെന്ന് ഹീറോ ചോദിക്കുന്നു. അതൊന്നും സ്വപ്നമായിരുന്നില്ല എന്ന് ഹീറോ പറയുന്നു. പെട്ടെന്നാണ് അവന്റെ ചേട്ടൻ പറയുന്നത്, നീ ഇന്നലെ മെഡിസിൻ കഴിച്ചിട്ടില്ല, അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നതെന്ന്. താൻ ഇന്നലെ മെഡിസിൻ കഴിച്ചിട്ടില്ല എന്നുള്ള കാര്യം അവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ചേട്ടൻ അവന്റെ മെഡിസിൻ എടുത്തുകൊണ്ടുവന്ന് അവന് കൊടുക്കുന്നു. അന്ന് രാവിലെ അവന്റെ ചേട്ടൻ പുറത്തേക്ക് പോയപ്പോൾ അവൻ നോക്കുന്നുണ്ടായിരുന്നു. അവന്റെ ചേട്ടൻ മുടന്തി തന്നെയാണ് പോയത്. പക്ഷേ ടേബിളിൽ വന്നിരുന്ന അവനാകട്ടെ ആ പെൻസിലിന്റെ മുന കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താൻ തലേന്ന് രാത്രി കണ്ടതൊന്നും സ്വപ്നമല്ല എന്ന് അവന് മനസ്സിലായി. അവൻ പെട്ടെന്ന് തന്നെ അമ്മയോട് പോയി കാര്യം പറയുന്നുണ്ട്. കിഡ്നാപ്പിന് ശേഷം തിരിച്ചു വന്നത് എന്റെ ചേട്ടനല്ല എന്നാണ് തോന്നുന്നത്. സംഭവം അറിഞ്ഞ് അവന്റെ അമ്മയും പേടിക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അച്ഛനോട് കാര്യം പറയാമെന്ന് അവർ പറയുന്നു. അവന്റെ അച്ഛൻ വീട്ടിൽ തിരിച്ചെത്തിയ ഉടൻ കാര്യം പറയാമെന്ന് അവന്റെ അമ്മ പറയുന്നുണ്ട്. കുറെ നേരം കഴിഞ്ഞ് അവൻ റൂമിന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അവന്റെ അമ്മയുടെ റൂമിൽ നിന്ന് ഒരു ഒച്ച കേൾക്കുന്നുണ്ട്. അവന്റെ അമ്മ ഫോണിൽ ആരോട് രഹസ്യമായിട്ട് സംസാരിക്കുകയായിരുന്നു. അവരാകട്ടെ നമ്മുടെ ഹീറോയുടെ ചേട്ടനോടായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. നീ അവന്റെ ചേട്ടനല്ല എന്നുള്ള സത്യം അവൻ മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഇത് കേട്ടത് നമ്മുടെ ഹീറോ പെട്ടെന്ന് ഞെട്ടുന്നു. തന്റെ കൂടെയുള്ള ആൾക്കാരെല്ലാം തന്നെ തന്റെ ഫാമിലി അല്ല എന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കി. അവൻ അവിടെ ഒളിഞ്ഞു നിൽക്കുന്നുണ്ടോ എന്നുള്ള ഡൗട്ട് അവർക്ക് തോന്നിയിട്ട് അവർ വന്ന് നോക്കുമ്പോൾ അവിടെ അവനെ കാണുന്നില്ല. അവർ ഫോണിലൂടെ പറയുന്നുണ്ട്, അവൻ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ഡൗട്ട് എനിക്കുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ മുകളിൽ പോയി അവന്റെ റൂമിലൊന്ന് ചെക്ക് ചെയ്യട്ടെ. ഇത് നമ്മുടെ ഹീറോ കേൾക്കുന്നു. അവര് റൂമിലെത്തുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും റൂമിലെത്തണം. അതുകൊണ്ട് അവൻ പുറത്തുള്ള പൈപ്പ് വഴി അവന്റെ റൂമിലേക്ക് കയറാൻ ശ്രമിക്കുന്നു. ആ ജനാല തുറക്കാൻ കഴിഞ്ഞില്ല. അവസാനം ഒരുപാട് ശ്രമിച്ച് അവൻ ആ ജനാല തുറന്ന് അകത്ത് കയറി ബെഡിൽ കിടക്കുന്നു. അവർ പുതപ്പ് മാറ്റി നോക്കുമ്പോൾ അവനാകട്ടെ ആകെ നനഞ്ഞു കുളിച്ചാണ് കിടന്നിരുന്നത്. അതുകൊണ്ട് അവൻ പുറത്തു നിന്നാണ് കയറി വന്നതെന്ന് അവർക്ക് മനസ്സിലായി. കാരണം പുറത്ത് നല്ല മഴയായിരുന്നു. അവർ പോയി എന്ന് വിചാരിച്ച് അവൻ പതിയെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവർ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. പുറത്ത് നല്ല മഴയായിട്ട് നീ എന്താ ഇത്ര വിയർത്ത് കുളിച്ച് കിടക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവർ പതിയെ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. എന്നിട്ട് ഫോണിലൂടെ അവർ പറയുന്നുണ്ട്, എന്റെ സത്യവും മനസ്സിലാക്കിയെന്ന്. പേടിച്ചു പോയി നമ്മുടെ ഹീറോ ആകട്ടെ പുറത്തുനിന്നും കയറി വന്ന അതേ വഴി തന്നെ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അവൻ ഓടി ഗേറ്റ് കടന്നപ്പോഴാകട്ടെ അവന്റെ അച്ഛൻ അവിടേക്ക് വരുന്നു. നീ എങ്ങോട്ടാണ് ഈ രാത്രിയിൽ ഇങ്ങനെ ചെരുപ്പ് പോലെ ഇടാതെ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോകുകയാണെന്ന്. അപ്പോഴേക്കും അവന്റെ അമ്മ എന്ന് പറയുന്ന ആ സ്ത്രീയും മറ്റൊരാളും അവിടേക്ക് വരുന്നു. ഇവരെല്ലാവരും ചേർന്നിട്ട് അവനെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അവ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. നേരെ പോകുന്നത് ഒരു പോലീസ് ജീപ്പിന്റെ മുന്നിലേക്കായിരുന്നു. പോലീസുകാർ അവനെ സ്റ്റേഷനിൽ കൊണ്ടുപോയി കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, എന്റെ കൂടെ താമസിക്കുന്നവരാരും തന്നെ എന്റെ വീട്ടുകാരല്ല. നമുക്ക് ആധാർ കാർഡ് ഉള്ള പോലെ അവർക്കൊരു ID നമ്പർ ഉണ്ടായിരുന്നു. ആ ID നമ്പർ വെച്ചിട്ട് പോലീസുകാർ ഇവന്റെ ഡീറ്റെയിൽസ് എടുക്കുന്നുണ്ട്. അവന്റെ പേരിൽ ഒരു ക്രിമിനൽ കേസോ മിസ്സിംഗ് കേസോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. നിനക്ക് 41 വയസ്സല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, എനിക്ക് 41 വയസ്സൊന്നുമില്ല, 21 വയസ്സേ ഉള്ളൂ എന്ന്. അവനെ കണ്ടാലും 21 വയസ്സേ ഉള്ളൂ. പിന്നെന്താണ് ഇവരെല്ലാം ഇങ്ങനെ ചോദിക്കുന്നതെന്ന് അവൻ ചിന്തിക്കുന്നു. നീ ജനിച്ചത് 1977 അതെയാണ്. അപ്പോൾ 1977 വെച്ചിട്ട് നോക്കുവാണെങ്കിൽ നിനക്കിപ്പോൾ 41 വയസ്സുണ്ട്. എന്നാൽ അവൻ പറയുന്നു, ഞാൻ ജനിച്ചത് 1977 ഇതിപ്പോൾ 1997 അപ്പോൾ എനിക്ക് 21 വയസ്സല്ലേ എന്ന്. എന്നാൽ അവര് പറയുന്നു, നിനക്കെന്തോ തെറ്റുപറ്റിയതാണ്, ഇതിപ്പോൾ 2017 വർഷം. അത് വെച്ച് നോക്കുമ്പോൾ നിനക്ക് 41 വയസ്സുണ്ട്. നമ്മുടെ ഹീറോയ്ക്ക് തല കറങ്ങുന്ന പോലെ തോന്നി. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? തന്റെ വീട്ടിലെല്ലാം തന്നെ 1977 കലണ്ടറാണ് കിടന്നിരുന്നത്. തനിക്ക് 21 വയസ്സുള്ളതായിട്ടാണ് തനിക്ക് തോന്നിയത്. എങ്ങനെയാണ് 41 വയസ്സാവുക? അവൻ നോക്കുമ്പോൾ അവിടെയെല്ലാം തന്നെ 2017 കലണ്ടർ കിടക്കുന്നു. ടിവിയിൽ ഇപ്പോഴത്തെ പുതിയ പ്രസിഡന്റിനെ കാണിക്കുന്നു. അവൻ നേരെ പോയി കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുന്നു. തന്റെ മുഖം കണ്ട് അവൻ ഞെട്ടിപ്പോയി. കാരണം 41 വയസ്സുള്ള ഒരാളുടെ മുഖച്ചായായിരുന്നു തനിക്ക്. നമ്മുടെ ഹീറോയുടെയും സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെയും എല്ലാം തന്നെ കിളിപോകുന്ന ഈ സീനായിരുന്നു മൂവിയുടെ ഹൈലൈറ്റ്. തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് തിരിച്ചറിയണമെങ്കിൽ അവൻ നേരെ ആ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണം. ആ ആൾക്കാരെ കണ്ടെത്തണം, അവരോട് ചോദിക്കണം. അതുകൊണ്ട് അവൻ നേരെ തിരിച്ച് ആ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലെത്തിയ അവനാകട്ടെ അടച്ചിട്ടിരുന്ന മുകളിലെ ആ റൂമിൽ നിന്ന് ഒരു സൗണ്ട് കേൾക്കുന്നു. അവിടേക്ക് പോയി റൂം തുറന്നു നോക്കുമ്പോൾ അവൻ ഞെട്ടിപ്പോകുന്നു. അവിടെ നിലത്ത് 2 പാവകൾ കിടപ്പുണ്ടായിരുന്നു. അതിലെല്ലാം തന്നെ രക്തം പുരണ്ടിരുന്നു. അവിടെ ഒരു മ്യൂസിക് കേൾക്കാമായിരുന്നു. അവൻ ഇതെല്ലാം നോക്കി നിൽക്കുമ്പോൾ അവരെല്ലാം അവിടേക്ക് വരുന്നു. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ അവര് പറയുന്നുണ്ട്, ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സംഭവം നടന്നു. ഒരു അമ്മയും മകളെയും അതിക്രൂരമായി ഒരാൾ കൊന്നു. ഈ വീട്ടിൽ വെച്ചാണ് ആ സംഭവം നടന്നത്. എന്നാൽ ആരാണ് ചെയ്തതെന്നും എന്തിനാണ് ചെയ്തതെന്നും ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല. വർഷങ്ങൾ അങ്ങനെ കുറെ കഴിഞ്ഞുപോയി. ഏകദേശം 15 വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഈ കേസ് ക്ലോസ് ചെയ്യും. അങ്ങനെ 15 വർഷങ്ങൾക്കകം വെച്ചിട്ട് ആ കേസിലെ കുറ്റവാളിയെ ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതോടെ കേസ് ക്ലോസ് ചെയ്തു. പോലീസുകാർ ആ കേസ് ക്ലോസ് ചെയ്തെങ്കിലും വിക്ടിംസിന്റെ ഫാമിലിയിൽ ആ കൊലയാളി കൊല്ലാതെ വിട്ടിട്ട് പോയ ഒരു കൊച്ചു പയ്യനുണ്ടായിരുന്നു. അവൻ ഇപ്പോൾ വളർന്നിരിക്കുന്നു. അവൻ പുതിയ ആൾക്കാരെ വെച്ചിട്ട് പ്രൈവറ്റ് ആയിട്ട് ഈ കേസ് അന്വേഷിക്കുകയാണ്. ആ ഡിറ്റക്റ്റീവിന്റെ സഹായത്തോടു കൂടി തന്നെ ആ പയ്യൻ ആ കുറ്റവാളിയെ കണ്ടെത്തുന്നു. ആ കുറ്റവാളി നീയായിരുന്നു. നിന്നെ മാറി മാറി ഞങ്ങൾ ക്രൂരമായി ചോദ്യം ചെയ്തു. എന്നിട്ടും നീയല്ല ഈ കൊല ചെയ്തത് എന്ന് തന്നെ നീ തറപ്പിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ആ പയ്യൻ പറഞ്ഞത് നീ തന്നെയാണ് കൊല ചെയ്തത് എന്നാണ്. പക്ഷേ എന്നിട്ടും നീ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. അവസാനം കേസ് തെളിയിക്കാൻ നിന്നെ കൊണ്ട് തന്നെ അത് പറയിപ്പിക്കേണ്ട അവസ്ഥയുണ്ടായി. പക്ഷേ നിന്റെ മാനസിക നില പഴയ പോലെ ശരിയല്ലായിരുന്നു. നിനക്ക് മറവി രോഗം ബാധിച്ചിരുന്നു. അതുകൊണ്ട് നീ കുറെ കാര്യങ്ങൾ മറന്നുപോയിരുന്നു. അതുകൊണ്ട് തന്നെ നിന്റെ ഓർമ്മകളെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിന്നെ ഹിപ്നോട്ടൈസ് ചെയ്ത് നിന്റെ മറവി എവിടെ നിന്നാണോ ആരംഭിച്ചത് അതിനു മുമ്പുള്ള ഒരു സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകണമായിരുന്നു. അതിന് നിന്നെ ഹിപ്നോട്ടൈസ് ചെയ്ത് ഉറക്കിയ ശേഷം നേരെ അവിടെ നിന്നും എടുത്തുകൊണ്ടുപോയി ഒരു കാറിലിരുത്തുന്നു. കാരണം നിന്റെ ഫാമിലി ഉൾപ്പെടെ നിങ്ങൾ എല്ലാവരും ഒരിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ആ
ഒരു സന്ദർഭമായിരുന്നു അത്. സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച നീ ഉറക്കമുണരുന്ന സീനായിരുന്നു അത്. ഉറക്കമുണരുമ്പോ നിന്റെ അടുത്തിരിക്കുന്നവരെല്ലാം തന്നെ നിന്റെ അച്ഛനും അമ്മയായിട്ടാണ് നിനക്ക് തോന്നുന്നത്. നീ അച്ഛനെന്ന് വിളിച്ച ആൾ നിന്നെ ഹിപ്നോട്ടൈസ് ചെയ്ത ഡോക്ടറാണ്. നിന്റെ സഹോദരനായിട്ട് അഭിനയിച്ചത് ഈ ഡിറ്റക്റ്റീവാണ്. പിന്നീട് ഒരു ലേഡിയും കൂടെ ഉണ്ടായിരുന്നു. ഉറക്കത്തിൽ നിന്ന് ഉണർന്ന നീ വിചാരിച്ചത് ഇത് 1997 ഇവര് നിന്റെ മാതാപിതാക്കളാണ്, ഇതെന്റെ സഹോദരനാണ് എന്നൊക്കെയാണ്. അതെല്ലാം നിന്റെ മനസ്സിനെ സെറ്റ് ചെയ്ത് ഞങ്ങൾ എടുത്തതാണ്. നിങ്ങൾ താമസം മാറി വന്ന ഈ വീട്ടിൽ വെച്ചായിരുന്നു ആ കൊലപാതകം നടന്നത്. അതുകൊണ്ടാണ് നിനക്ക് ഈ വീട് പരിചയമുള്ളതായിട്ട് തോന്നിയത്. അന്ന് ജോലിക്കാരൻ വന്നിട്ട് നിന്നോട് ഇത് നിന്റെ ചേട്ടൻ തന്നെയാണോ എന്ന് ചോദിച്ചത് അതുകൊണ്ടാണ്. മുകളിലെ റൂമിൽ നിന്നും നീ കേട്ട സൗണ്ടുകൾ ഉള്ളതായിരുന്നു. കാരണം അന്ന് രാത്രി അവിടെ ആ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അന്ന് പ്ലാൻ ഇട്ടിരുന്നു. നീ ആ റൂം പോയി തുറക്കാൻ നേരം ഞാൻ നിന്നെ തടഞ്ഞതും അതുകൊണ്ടാണ്. നിന്നെ അന്ന് രാത്രി ഞാൻ പുറത്തേക്ക് വിളിച്ചുകൊണ്ടുപോയത് തന്നെ ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നീ റൂമിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ പണ്ട് നീ കണ്ട അതേ കാഴ്ച കാണണം. അന്ന് നീ ചെയ്തതെല്ലാം തന്നെ നീ ഓർത്തെടുക്കണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ അങ്ങനെ ഒരു സീൻ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ അന്ന് എന്നെ കുറച്ചു പേർ പിടിച്ചുകൊണ്ടുപോയി. അവർ പോലീസുകാരായിരുന്നു. കാരണം എന്റെ പേരിൽ കുറച്ച് കേസുകൾ ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് അവരെന്നെ പിടിച്ചുകൊണ്ടുപോയത്. ഞാൻ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും കുറെ ദിവസങ്ങൾ കഴിഞ്ഞു. വീണ്ടും ആ സീൻ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. പക്ഷേ അതിനു മുമ്പ് തന്നെ നിനക്ക് എന്റെ മേലിൽ ഡൗട്ടുകൾ തോന്നി തുടങ്ങി. നീ പല സത്യങ്ങളും മനസ്സിലാക്കി. കാരണം ആ സീൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ മഴ വേണമായിരുന്നു. മഴയുള്ള ദിവസമാണ് ആ കൊലപാതകം നടന്നത്. അതുകൊണ്ട് മഴയ്ക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോഴേക്കും ഞങ്ങളുടെ മേലുള്ള നിന്റെ ഡൗട്ടുകൾ കൂടിയിരുന്നു. ഈ കഥകളെല്ലാം പറഞ്ഞുകൊണ്ട് അവർ കാറിൽ പോവുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, നീ പറഞ്ഞതൊക്കെ ഉള്ളതാകാം, പക്ഷെ ഒന്ന് മാത്രം സത്യമല്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല, എനിക്കാരെയും കൊല്ലാൻ കഴിയില്ല. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ കാറിൽ നിന്നും ഇറങ്ങി ഓടുകയാണ്. നമ്മുടെ ഡിറ്റക്റ്റീവ് ആവട്ടെ അവനെ ചേസ് ചെയ്ത് പോകുന്നുണ്ട്. എന്നാൽ ഒരു സമയത്ത് ഡിറ്റക്റ്റീവിന്റെ കാർ പോയി ഒരിടത്ത് ഇടിക്കുകയും ആക്സിഡന്റ് ആവുകയും ചെയ്യുന്നു. ഇത് വന്ന് നമ്മുടെ ഹീറോ നോക്കിക്കൊണ്ട് നിൽക്കുന്നതും മറ്റൊരു വാൻ വന്ന് ഇവനെ അറിയാതെ ഇടിച്ചിടുന്നു. ഒരു അപകടത്തിൽ മറന്നുപോയതും മറ്റൊരു അപകടത്തിൽ തിരിച്ചു ഓർമ്മ വരുമെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അതുപോലെ നമ്മുടെ ഹീറോയ്ക്ക് പഴയ കാര്യങ്ങളെല്ലാം തന്നെ ഓർമ്മ വന്നു. അച്ഛനും അമ്മയും സഹോദരനും അടങ്ങുന്ന ഒരു ഹാപ്പി ഫാമിലി ആയിരുന്നു നമ്മുടെ ഹീറോയുടേത്. അവരൊരു ദിവസം കാറിൽ യാത്ര പോകുന്ന സമയത്ത് പെട്ടെന്ന് ആക്സിഡന്റ് ആവുകയും അങ്ങനെ അവന്റെ അച്ഛനും അമ്മയും മരിച്ചു പോവുകയും ചെയ്യുന്നു. അവന്റെ സഹോദരനാകട്ടെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഹോസ്പിറ്റലിലാണ്. ആ സമയത്ത് കൊറിയയിലാകട്ടെ വലിയ സാമ്പത്തിക മാന്ദ്യമൊക്കെ ബാധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഉള്ളവർക്ക് പോലും ജോലിയില്ല. എല്ലായിടത്തും പലരുടെയും ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഹീറോയ്ക്ക് അവന്റെ സഹോദരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പണത്തിന്റെ ആവശ്യം വരുന്നത്. സർജറി ഉടനെ ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ അവൻ മരണത്തിന് കീഴടങ്ങും. ആരും അവന് ജോലി കൊടുത്തില്ല. അവൻ എല്ലാവരോടും 3 മാസത്തെ അഡ്വാൻസ് ചോദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആരും ജോലി കൊടുത്തില്ല. ഡോക്ടർ വന്ന് അവനോട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് സർജറി നടത്തിയേ പറ്റൂ. അങ്ങനെ ഒരു ദിവസം അവൻ അപ്ലൈ ചെയ്ത ജോബിന് ഒരു റിപ്ലൈ വരുന്നുണ്ട്. എന്ത് ജോലിയും ചെയ്യാൻ നീ തയ്യാറാണോ എന്നായിരുന്നു ആ റിപ്ലൈ. എന്തും ചെയ്യാൻ താൻ തയ്യാറാണെന്ന് പറയുന്നു. എന്നാൽ അതൊരു കൊട്ടേഷൻ ആയിരുന്നു. ഒരു സ്ഥലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ വീട്ടിൽ പോയിട്ട് അവിടുത്തെ സ്ത്രീയെ നീ കൊല്ലണം. അവിടെ 2 കുട്ടികളുണ്ട്. ആ കുട്ടികൾ നീ ഒന്നും ചെയ്യാൻ പാടില്ല. ആ സ്ത്രീയെ മാത്രം നീ കൊല്ലണം. വീട്ടിൽ കയറാനുള്ള താക്കോൽ എവിടെ ഇരിക്കുന്നതെന്ന് ഞാൻ മെസ്സേജ് ചെയ്യാം. നിനക്ക് ആവശ്യമുള്ള പണം നിനക്ക് കിട്ടിയിരിക്കും. അവൻ അങ്ങനെ അവരെ കൊല്ലാൻ വേണ്ടിയിട്ട് ആ വീട്ടിൽ കയറുന്നു. അവൻ പോയി റൂം തുറന്നു നോക്കുമ്പോ ആ സ്ത്രീയാകട്ടെ ചെറിയ കുട്ടിയെ ഉറക്കിയിട്ട് അവിടെ കിടന്നുറങ്ങുകയാണ്. പക്ഷേ അവൻ അവരെ കൊല്ലാൻ തോന്നിയില്ല. അവൻ അവിടെ നിന്നും ഒന്നും മിണ്ടാതെ തിരിച്ചു പോകാൻ തുടങ്ങുമ്പോൾ തന്റെ ഹസ്ബൻഡാണ് വന്നതെന്ന് തെറ്റിദ്ധരിച്ച് ആ സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. എന്നാൽ അത് തന്റെ ഹസ്ബൻഡ് അല്ലാന്ന് മനസ്സിലാക്കി അവര് നിലവിളിക്കാൻ തുടങ്ങിയിരുന്നു. എന്നാൽ അവൻ പറയുന്നുണ്ട്, പേടിക്കണ്ട, ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല, അറിയാതെ കയറിയതാണ്, ഒരിക്കലും ഞാൻ നിങ്ങളെ കൊല്ലില്ല എന്ന്. അവരൊന്ന് നിലവിളിയൊക്കെ നിർത്തി നോർമലായപ്പോഴത്തേക്കും അവരുടെ മകളാകട്ടെ മുകളിലെ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഇവന്റെ കയ്യിൽ കത്തിയിരിക്കുന്ന കണ്ടിട്ട് ആ പെൺകുട്ടി നിലവിളിക്കുന്നു. ഒച്ചയുണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ട് അവൻ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് നീങ്ങുന്ന കണ്ടിട്ട് അവര് വിചാരിച്ചു അവളെ കൊല്ലാൻ പോവുകയാണെന്ന്. ആ സ്ത്രീ പെട്ടെന്ന് അവനെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. അതിനിടയിൽ 2 പേരും സ്റ്റെയറിൽ നിന്നും താഴേക്ക് വീഴുന്നു. അറിയാതെ അവന്റെ കയ്യിലിരുന്ന കത്തി അവരുടെ ശരീരത്തിൽ കുത്തിക്കയറുന്നു. ഇത് കണ്ട ആ പെൺകുട്ടി നിലവിളിച്ചുകൊണ്ട് റൂമിലേക്ക് ഓടുന്നു. പേടിച്ചുപോയ അവൻ ആ പെൺകുട്ടിയുടെ നിലവിളി നിർത്താൻ വേണ്ടി അവിടേക്ക് ചെല്ലുന്നു. പിടിവലിക്കിടയിൽ അറിയാതെ ആ കത്തി ആ കുട്ടിയുടെ ദേഹത്തും കൊള്ളുന്നു. അങ്ങനെ മനഃപൂർവ്വമല്ലാതെ തന്റെ കൈകൊണ്ട് 2 പേർ മരിച്ചിരിക്കുന്നു. ഇത് കണ്ട് ആകെ മാനസികമായിട്ട് തകർന്ന അവൻ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ കാണുന്നത് ആ ഫാമിലി ഫോട്ടോയാണ്. അത് മറ്റാരുടെയുമല്ലായിരുന്നു. അവന്റെ ചേട്ടനെ ചികിത്സിച്ച അതേ ഡോക്ടറുടെ ഫോട്ടോയാണ്. ഇത് അയാളുടെ കുടുംബമാണ്. അയാളാണ് തനിക്ക് കൊട്ടേഷൻ തന്നതെന്ന് അവന് മനസ്സിലാവുന്നു. അപ്പോഴാ ചെറിയ കുട്ടി അവിടേക്ക് ഉണർന്നു വരുന്നു. അമ്മയും അച്ഛനും എവിടെയെന്ന് ചോദിക്കുമ്പോൾ നീ കുറച്ചുനേരം റൂമിൽ പോയി 1 മുതൽ 200 വരെ കുറെ തവണ എണ്ണ്, അപ്പോഴേക്കും നിന്റെ അമ്മയും അച്ഛനും വരുമെന്ന് അവൻ പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ്. കൊച്ചുകുട്ടിയല്ലേ, അവൻ പറഞ്ഞതുപോലെ തന്നെ അനുസരിച്ചു. കുറച്ചു കഴിയുമ്പോൾ ആ കുട്ടി തന്റെ അച്ഛനായ ഡോക്ടറെ വിളിക്കുന്നുണ്ട്. ഇവിടെ ഒരു അങ്കിള് വന്നിരുന്നു. അമ്മയും ചേച്ചിയും രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു. കുറെ നേരം എണ്ണിക്കഴിഞ്ഞ അച്ഛനുടനെ വരുമെന്ന് പറഞ്ഞു. എന്നിട്ട് ആരും വന്നില്ല. അച്ഛൻ എവിടെയാണെന്ന് ചോദിക്കുന്നു. ഇത് കേട്ട ഡോക്ടർ ആകട്ടെ ഞെട്ടുന്നു. കാരണം മകളെ കൊല്ലാൻ പാടില്ല എന്ന് നേരത്തെ പറഞ്ഞതാണ്. അയാൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ഹീറോ മുൻപിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അവൻ നേരെ പോയി ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ വൈഫിനെ കൊല്ലാൻ വേണ്ടിയിട്ട് എനിക്ക് കൊട്ടേഷൻ തന്നത്? അപ്പോഴാണ് അയാൾ ആ ഞെട്ടിക്കുന്ന സത്യം തുറന്നു പറയുന്നത്. എനിക്ക് ഒരുപാട് കടബാധ്യതകളുണ്ട്, അതൊക്കെ
തീർത്തെങ്കിലേ എന്റെ മക്കൾക്കൊരു ഫ്യൂച്ചർ ഉണ്ടാകൂ. അതുകൊണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ എന്റെ വൈഫിന്റെ പേരിൽ ഒരു ഇൻഷുറൻസ് എടുത്തിരുന്നു. അവൾ മരിച്ചാൽ ആ തുക കിട്ടും. അതുകൊണ്ട് എന്റെ മക്കളെ എനിക്ക് നന്നായിട്ട് വളർത്താം. അതിനു വേണ്ടിയിട്ടാണ് അവളെ മാത്രം കൊല്ലാൻ ഞാൻ പറഞ്ഞത്. നീ എന്നിട്ട് എന്റെ മകളെ കൂടി കൊന്നില്ലേ? തന്റെ കയ്യിൽ നിന്ന് അറിയാതെ പറ്റിയതാണെന്ന് ഹീറോ പറയുന്നുണ്ട്. എന്നാൽ ഡോക്ടർ ഇത് കേൾക്കാതെ അവനെ ആ ടെറസിന്റെ മുകളിൽ നിന്ന് തള്ളിയിടാൻ ശ്രമിക്കുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ അയാൾ കാലിൽ തെറ്റി താഴേക്ക് വീഴുന്നു. ഹീറോ അയാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പിടിവിട്ട് താഴെ വീണ് അയാൾ മരിച്ചു പോകുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ അന്ന് സംഭവിച്ചത്. നമ്മുടെ ഹീറോ ഉറക്കമുണരുമ്പോൾ അവൻ ഹോസ്പിറ്റലിലായിരുന്നു. ഇത്രയും കാലം താനല്ല ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കൊലപാതകം ചെയ്തത് താനാണെന്നുള്ള സത്യം ഹീറോയ്ക്ക് മനസ്സിലാകുന്നു. ആ സമയത്ത് ആ കേസന്വേഷിച്ച ഡിറ്റക്റ്റീവ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇനിയും നിന്നെ കൂടുതൽ ചോദ്യം ചെയ്യാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ ഡിറ്റക്റ്റീവ് തന്റെ കയ്യിലുണ്ടായിരുന്ന സിറിഞ്ചിലെ വിഷം അവന്റെ ബോഡിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. പക്ഷേ അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, 20 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ കയ്യിൽ അബദ്ധത്തിൽ 2 കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. അതിന് ഞാൻ ആ ഫാമിലിയോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. ഞാൻ സോറി പറഞ്ഞതായിട്ട് നീ ആ ഫാമിലിയോട് പറയണമെന്ന്. ഇത് കേട്ട് ഡിറ്റക്റ്റീവ് അവനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ്, ആർക്ക് വേണ്ടിയാണ് അത് ചെയ്തത് എന്നൊന്ന് പറ. അവരുടെ ഹസ്ബൻഡാണോ നിന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത്? കാരണം അയാളുടെ വൈഫിന്റെ പേരിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ഇൻഷുറൻസ് എടുത്തിരുന്നു. അതിനുശേഷമാണ് ഈ കൊലപാതകങ്ങൾ നടക്കുന്നത്. വിക്ടിമിന്റെ ഫാമിലിക്ക് ആ സത്യം അറിയാനുള്ള അവകാശമുണ്ട്. ആ കൊച്ചുകുട്ടിക്ക് അതറിയാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് നീ ആ സത്യം തുറന്നു പറ. അച്ഛനും അമ്മയും തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ കൊച്ചുകുട്ടി ഒറ്റക്കായി. അവന്റെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും ആ ഒരു രാത്രി കൊണ്ട് നശിച്ചു. അവൻ അനാഥനായി. കുടുംബക്കാരെല്ലാം സ്വത്തെല്ലാം കൈക്കലാക്കിയിട്ട് ആ കുട്ടിയെ നോക്കാൻ വയ്യാത്ത കാരണം അവനെ ഒരു ഓർഫനേജിൽ കൊണ്ട് തള്ളി. ദിവസങ്ങളോളം അവൻ കരഞ്ഞുകൊണ്ടേയിരുന്നു. 1 മുതൽ 200 വരെ കുറെ തവണ എണ്ണിക്കഴിഞ്ഞാൽ എന്റെ അച്ഛൻ തിരിച്ചു വരുമെന്നല്ലേ നീ അന്ന് എന്നോട് പറഞ്ഞത്? എന്നിട്ട് ആരും വന്നില്ല, നീ എല്ലാവരെയും കൊന്നു. ഇത് കേട്ടത് നമ്മുടെ ഹീറോ ഞെട്ടിത്തരിക്കുന്നു. കാരണം അന്ന് അവൻ കൊല്ലാതെ വിട്ടിട്ട് പോയ ആ കൊച്ചുകുട്ടിയാണ് അവന്റെ മുൻപിൽ നിൽക്കുന്ന ഈ ഡിറ്റക്റ്റീവ്. നിനക്ക് എന്നെ കൂടി അന്ന് കൊന്നൂടായിരുന്നു എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. താനെന്ന് വിട്ടിട്ട് പോയ ആ കൊച്ചുകുട്ടിയാണ് ഇവനെന്ന് മനസ്സിലാക്കിയ ഹീറോ അവനോട് ഒരുപാട് ക്ഷമ ചോദിക്കുന്നുണ്ട്. അവസാനം അവൻ ഹീറോയോട് ഒരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്, ഇനിയെങ്കിലും ആ സത്യം തുറന്നു പറ. അന്ന് ആ കൊട്ടേഷൻ നിനക്ക് തന്നത് എന്റെ അച്ഛൻ തന്നെയല്ലേ എന്ന്. എന്നാൽ നമ്മുടെ ഹീറോ ഒരു നിമിഷം ആലോചിക്കുന്നു. കാരണം ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളിലൂടെ കടന്നുപോയവനാണിവൻ. ഇവനോട് അവന്റെ അച്ഛൻ തന്നെയാണ് ഈ കൊട്ടേഷൻ തന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് താങ്ങാൻ സാധിക്കില്ല. അതുകൊണ്ട് അവനോട് കള്ളം പറയാം. ഇല്ല, നിന്റെ അച്ഛനല്ല ഇതെനിക്ക് തന്നത്, ഞാൻ തനിയെ ചെയ്തതാണ് എന്ന് അവൻ പറയുന്നു. എന്നാൽ ഹീറോ തന്നോട് കള്ളം പറയുകയാണെന്ന് അവന് മനസ്സിലായി. തന്റെ അച്ഛൻ തന്നെയാണ് ആ കൊട്ടേഷൻ കൊടുത്തത്. ആ സത്യം മനസ്സിലാക്കിയതോടെ അവൻ തകർന്നുപോയി. അവൻ അവിടെ നിന്നും തിരിച്ചു പോകുന്നതാണ് കാണിക്കുന്നത്. ആ സിറിഞ്ച് അവൻ അവിടെ താഴെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. താൻ കാരണം തകർന്നുപോയൊരു ഫാമിലിയെ കുറിച്ച് ആലോചിച്ച് സങ്കടം സഹിക്കവയ്യാതെ ഹീറോ അവിടെ കിടന്ന സിറിഞ്ച് സ്വയം എടുത്ത് തന്റെ കയ്യിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതേസമയം ആ പയ്യൻ എങ്ങോട്ടോ നടന്നു പോകുന്ന കണ്ടിട്ട് അതുവഴി പോയ നേഴ്സ് പറയുന്നുണ്ട്, അത് ഡെഡ് എൻഡ് ആണ്, അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. എന്നാൽ അവനത് കേൾക്കാതെ അങ്ങോട്ട് തന്നെ പോകുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയ നേഴ്സ് തിരിച്ചു വന്ന് അവിടേക്ക് നോക്കുമ്പോൾ അവിടെ അവനെ കാണുന്നുണ്ടായിരുന്നില്ല. അവർ ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ അവൻ അവിടെ നിന്നും താഴെ ചാടി ആത്മഹത്യ ചെയ്തിരുന്നു. അവർ 2 പേരും മരിച്ചു. എന്നാൽ മൂവി ഇവിടെ തീർന്നില്ല. കാരണം ഈ മൂവിക്ക് ഒരു ടൈലന്റ് കൂടിയുണ്ട്. ഇതുവരെ ഈ മൂവി കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും തന്നെ കൂടുതൽ സങ്കടത്തിലായിരുന്നതായിരുന്നു ആ ടൈലന്റ്. കാരണം നമ്മുടെ ഹീറോയും ഫാമിലിയും അന്ന് ആക്സിഡന്റിന് മുമ്പ് കാറിൽ പോകുന്ന വഴി ഒരു പാർക്കിൽ ഇറങ്ങിയിരുന്നു. ആ പാർക്കിൽ വെച്ച് ഈ കൊച്ചു പയ്യനെ നമ്മുടെ ഹീറോ കണ്ടിരുന്നു. അന്ന് അവനോട് സംസാരിച്ചിരുന്നു. നിനക്ക് എത്ര വയസ്സുണ്ടെന്ന് ചോദിച്ചിരുന്നു. അവൻ തന്റെ കയ്യിലിരുന്ന ലോലിപോപ്പ് നമ്മുടെ ഹീറോയ്ക്ക് വെച്ച് നീട്ടിയിരുന്നു. അവൻ ചിരിച്ചുകൊണ്ട് അവനോട് പൊയ്ക്കോളാൻ പറഞ്ഞിരുന്നു. അന്നവനോട് ചിരിച്ചുകൊണ്ട് ടാറ്റ പറഞ്ഞിട്ട് പോയ ഈ കുട്ടിയെയും ഫാമിലിയും തന്നെയാണ് അറിയാതെയാണെങ്കിലും അവൻ തന്റെ കൈകൊണ്ട് നശിപ്പിച്ചത്. അതോടുകൂടി ആ മൂവി അവിടെ അവസാനിക്കുന്നു. ഇതുപോലെ വ്യത്യസ്തമായ മൂവികൾ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു മൂവിയായിട്ട് നമുക്ക് പിന്നീട് കാണാം.